ഡൽഹി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 12 വർഷമായി അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആം ആദ്മി പാർട്ടി വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. എന്നാൽ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തിയത് അവിടെ വലിയ വിജയം നേടിയ BJP അല്ല, മറിച്ച് അവിടെ വലിയ പരാജയം നേരിട്ട കോൺഗ്രസ് ആണ്. ഇത് എന്തൊരു വൈരുദ്ധ്യമാണ് അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അല്ലേ? എന്തുകൊണ്ടാണ് ഇത് എന്ന് നമുക്ക് വ്യക്തമായി കാണാം. 2020 ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 70-ൽ 62 സീറ്റുകളും നേടി ആം ആദ്മി പാർട്ടി വലിയ വിജയമാണ് കാഴ്ചവെച്ചത്. BJPക്ക് വെറും 8 സീറ്റുകളായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. അതുപോലെ മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ 53.5% AAP കരസ്ഥമാക്കിയപ്പോൾ BJPക്ക് ലഭിച്ചത് 38.5% വോട്ടുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ AAP വെറും 22 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുകയും BJP 48 സീറ്റുകൾ നേടി മിന്നുന്ന വിജയം നേടുകയും ചെയ്തു. AAPയുടെ വോട്ട് 10% കുറഞ്ഞപ്പോൾ BJPക്ക് 7% വോട്ടുകൾ അധികമായി ലഭിച്ചു. ഇവിടെ ഓരോ കക്ഷികൾക്കും ലഭിച്ച വോട്ട് ശതമാനം ശ്രദ്ധിച്ചുകൊള്ളൂ. BJPക്ക് ലഭിച്ചത് 45.56, AAPക്ക് ലഭിച്ചത് 43.57. അതായത് വെറും 2% താഴെ വോട്ടുകൾ മാത്രമാണ് AAPയേക്കാൾ BJPക്ക് ലഭിച്ചത്. എന്നാൽ ആ ചെറിയ വ്യത്യാസം സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റമാണ് വരുത്തിയത്. ഇനി കോൺഗ്രസിന് ലഭിച്ച വോട്ട് ശതമാനം ശ്രദ്ധിച്ചോ? ആ നീല നിറത്തിലുള്ളതാണ് കോൺഗ്രസിന്റെ വോട്ട് ശതമാനം, 6.34%. AAPയുടെ പരാജയം വെറും 2% താഴെ വോട്ടുകൾക്ക് മാത്രമായിരുന്നു. എന്നാൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ 6.34% വോട്ടുകൾ കരസ്ഥമാക്കി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കേജ്രിവാൾ പറഞ്ഞത് ഡൽഹിയിൽ തങ്ങൾ തനിച്ച് മത്സരിക്കും, തങ്ങൾക്ക് ഈസിയായി തനിച്ച് വിജയിക്കാം എന്നായിരുന്നു. എന്നാൽ ഈ വോട്ട് ശതമാനം കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാവും കോൺഗ്രസിനെയും കൂടെ ചേർത്ത് ഇന്ത്യ മുന്നണിയായി മത്സരിച്ചിരുന്നു എങ്കിൽ 50%-ലധികം വോട്ടുകൾ കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ BJPയുടെ സീറ്റുകൾ ഇരട്ടയക്കം കാണാനുള്ള സാധ്യത കുറവായിരുന്നു. ഇന്ത്യ മുന്നണിയായി മത്സരിക്കാത്തതിന്റെ കാരണത്താൽ നഷ്ടപ്പെട്ട കുറെ വോട്ടുകളുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ കോൺഗ്രസിന് വിജയസാധ്യത തീരെ ഇല്ലാത്തതിനാൽ കോൺഗ്രസിന്റെ കുറേയേറെ പേർ വോട്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 53-54% വോട്ടുകൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കേണ്ടതാണെന്ന് അനുമാനിക്കേണ്ടി വരും. ഇനി മറ്റൊരു പ്രധാന കാര്യം, 22 സീറ്റുകൾ നേടിയ AAP 14 സീറ്റുകളിൽ പരാജയപ്പെട്ടത് കോൺഗ്രസിന് ലഭിച്ച വോട്ടുകളെക്കാൾ കുറഞ്ഞ മാർജിനിൽ ആയിരുന്നു. ആ മണ്ഡലങ്ങൾ ഇതൊക്കെയാണ്. AAPയുടെ പ്രധാന നേതാവായ സൗരഭ് ഭരദ്വാജ് പരാജയപ്പെട്ട ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിൽ കോൺഗ്രസിന് 6711 വോട്ടുകൾ ലഭിച്ചപ്പോൾ വെറും 3188 വോട്ടിനാണ് BJP അവിടെ വിജയിക്കുന്നത്. AAPയുടെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജംഗ്പുര മണ്ഡലത്തിൽ വെറും 675 വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 7350 വോട്ടുകളാണ്. സംഗം ബീഹാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 16,000-ഓളം വോട്ടുകൾ ലഭിച്ചപ്പോൾ വെറും 344 വോട്ടുകൾക്കാണ് AAPയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത്. തിമാർപൂരിൽ കോൺഗ്രസിന് 8361 വോട്ടുകൾ ലഭിച്ചപ്പോൾ 1168 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മാളവിയ നഗറിൽ 6770 വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചു, പരാജയം 2131 വോട്ടിന്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ 4089 വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിതിന് 4568 വോട്ടുകൾ ലഭിച്ചു. ഛത്തർപൂരിൽ 6239 വോട്ടുകൾക്ക് പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് 6601 വോട്ടുകൾ. കസ്തൂർബ നഗറിൽ 11,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് 27,000-ലധികം വോട്ടുകളാണ്. നാംഗിലോയ് ജാട്ടിൽ കോൺഗ്രസിന് 30,000-ലധികം വോട്ടുകൾ ലഭിച്ചപ്പോൾ 26,251 വോട്ടിനാണ് AAPയുടെ പരാജയം. മാദിപ്പൂരിൽ കോൺഗ്രസിന് 18,000-ഓളം വോട്ടുകൾ ലഭിച്ചപ്പോൾ 10,899 വോട്ടിനാണ് പരാജയം. മെഹ്റൌളിയിൽ കോൺഗ്രസിന് 9,328 വോട്ടുകൾ ലഭിച്ചപ്പോൾ വെറും 1,782 വോട്ടിനാണ് പരാജയപ്പെട്ടത്. AAPയുടെ പ്രധാന നേതാവായ ദുർഗേഷ് പാഠക് 1,231 വോട്ടിന് പരാജയപ്പെട്ട രാജേന്ദ്ര നഗറിൽ കോൺഗ്രസിന് 4,015 വോട്ടുകൾ ലഭിച്ചു. ത്രിലോക്പുരി 6,147 വോട്ടുകൾ കോൺഗ്രസിന്, പരാജയം 392 വോട്ടിന്. ബാദലിൽ കോൺഗ്രസ് 41,071 വോട്ടുകൾ നേടിയപ്പോൾ 15,163 വോട്ടുകൾക്കാണ് AAPയുടെ പരാജയം. മുസ്തഫാബാദിൽ 33,474 വോട്ടുകൾ AIMIM നേടിയപ്പോൾ 17,578 വോട്ടിനാണ് AAP പരാജയപ്പെടുന്നത്. ഇവിടെ കോൺഗ്രസിനും 11,763 വോട്ടുകൾ ലഭിച്ചു. അങ്ങനെ 14 സീറ്റുകളിലെ
പരാജയം ഒഴിവായിരുന്നുവെങ്കിൽ AAPക്ക് 36 സീറ്റുകളുമായി വീണ്ടും കേവല ഭൂരിപക്ഷത്തോടെ ഡൽഹിയിൽ അധികാരത്തിൽ എത്താമായിരുന്നു. ഈ 14 സീറ്റുകളിലെ പരാജയം മാത്രമല്ല, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെയും AAPയുടെയും വോട്ട് ശതമാനം കൂട്ടുമ്പോൾ 50% മുകളിൽ വരും. അതുപോലെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ചെറിയ കക്ഷികളും അവിടവിടങ്ങളിലായി മത്സരിച്ച് കുറച്ചൊക്കെ വോട്ടുകൾ ഭിന്നിക്കുന്നതിന് കാരണവും ആയിട്ടുണ്ട്. BJPക്ക് ലഭിച്ചത് വെറും 45.56% വോട്ടുകൾ മാത്രമാണ് എന്ന് ഓർക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോൺഗ്രസിന് ഏതാണ്ട് 2%-ലധികം വോട്ടുകൾ കൂടുതൽ ലഭിച്ചു. അത് വളരെ വലിയ ശതമാനം വർധനവ് അല്ലെങ്കിലും അവർക്ക് ഇതിൽ കൂടുതൽ വോട്ട് ശതമാനം ലഭിക്കാനുള്ള വോട്ടേഴ്സ് അവിടെയുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ കോൺഗ്രസിന് ഒരു സാധ്യതയും ഇല്ലാത്തതിനാൽ കോൺഗ്രസിന്റെ വളരെയേറെ വോട്ടർമാർ വോട്ട് ചെയ്യാതെ മാറി നിന്നു എന്നുള്ളത് വാസ്തവമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് BJPയുടെ വിജയം എന്നതിനേക്കാൾ ഉപരിയായി ഇന്ത്യ മുന്നണിയുടെ പരാജയമാണ്. വ്യക്തമായി പറഞ്ഞാൽ കേജ്രിവാളിന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശരിയായ പ്രതിഫലമാണ് എന്ന് വേണം പറയാൻ. അങ്ങനെ AAPയുടെ പരാജയത്തിന് കാരണം കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു.